Hi all, welcome to Competitive Cracker. August 22nd നടക്കാൻ പോകുന്ന ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എക്സാം അല്ലെ, എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു എക്സാം ആണ്. ആ എക്സാമിന് വേണ്ടിയിട്ട് ഇനി വരുന്ന ദിവസങ്ങൾ എങ്ങനെ ഇഫക്റ്റീവായിട്ട് നിങ്ങളുടെ സ്റ്റഡീസ് കൊണ്ടുപോകണം, അതായത് ഈ പറയുന്ന ടോപ്പിക്കുകളെല്ലാം സിലബസിൽ വരുന്ന ടോപ്പിക്കുകളെല്ലാം തന്നെ, അതിൽ ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, റീസണിങ് എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാ ടോപ്പിക്കുകളും ഒരുപോലെ നിങ്ങൾ കവർ ചെയ്ത് കഴിയണം ഈ വരുന്ന ദിവസങ്ങൾ കൊണ്ട്. അപ്പോൾ അതെങ്ങനെ നമുക്ക് വളരെ ഇഫക്റ്റീവായിട്ട് പ്ലാൻ ചെയ്യാം. അപ്പോൾ 40 days കൊണ്ട് ഈ ഒരു സിലബസ് കവർ ചെയ്യുന്ന പ്ലാൻ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കിവിടെ CCയുടെ ലേണിംഗ് ആപ്പ് ഇപ്പോൾ പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ PSCക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ട ഒരു വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പാണ് CCയുടെ ലേണിംഗ് ആപ്പ്. ഓക്കെ, അത് PSC മാത്രമല്ല, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്നവരാണെങ്കിലും നിങ്ങൾക്കിത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതിൽ പ്രത്യേകതകൾ വരുന്നത്, ഡെയിലി നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയിട്ടാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ടാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഡെയിലി ക്വിസസും ഉണ്ടാവും, പിന്നെ കറണ്ട് അഫയേഴ്സ്. അതെല്ലാ PSC പരീക്ഷകൾക്കും നിർബന്ധമായിട്ട് നമ്മൾ കവർ ചെയ്യേണ്ട ഭാഗമാണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറണ്ട് അഫയേഴ്സ് നിങ്ങൾക്ക് ഡെയിലി അന്നുള്ള കറണ്ട് അഫയേഴ്സ് ആപ്പിലേക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, എത്രത്തോളം നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ആപ്പിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങളുടെ റാങ്കും പെർഫോമൻസും ഒക്കെ എങ്ങനെ നിങ്ങൾക്ക് തനിയെ അനലൈസ് ചെയ്യാം, നിങ്ങൾ എഴുതിയ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് എത്രത്തോളം മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെൽഫ് അനാലിസിസിന് പറ്റിയ ഒരു പ്ലാറ്റ്ഫോമും കൂടിയാണ് CCയുടെ ലേണിംഗ് ആപ്പ്. അപ്പോൾ എല്ലാവർക്കും വളരെ യൂസ്ഫുൾ ആയിരിക്കും, വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നിർബന്ധമായിട്ടും എല്ലാവരും ഇത് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ലീഗൽ മെട്രോളജിയുടെ 40 ദിവസത്തിന്റെ ടൈം ടേബിൾ ആണ്. അതിൽ ഞാൻ 40 ദിവസവും ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ CCയിൽ 40 daysന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക്, നമ്മളുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നതാണ് 40 ദിവസം കൊണ്ട് ഏതൊക്കെ ടോപ്പിക്കുകളാണ് ഓരോ ദിവസവും നിങ്ങൾ കവർ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. Day 1, Day 2, Day 3, Day 4 വരെയാണ് ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. എല്ലാം നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു പരിമിതി കൊണ്ട് ഞാൻ ഇത്രയും മാത്രമാണ് ഇപ്പോൾ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെയായിരിക്കും Day 40 വരെ നമ്മൾ പോവുക. ഓക്കെ, അപ്പോൾ Day 1 എന്താ പഠിക്കുന്നത് നോക്കിക്കേ. സബ്ജക്റ്റ് നോക്കുമ്പോൾ എല്ലാ സബ്ജക്റ്റും തന്നെ കേരള ചരിത്രമുണ്ട്, ലഘുഗണിതം അതായത് മാത്സ് വരുന്നുണ്ട്, പിന്നെ റീസണിങ് മാനസിക ശേഷി അതിന്റെ ക്വസ്റ്റ്യൻസ്, പിന്നെ ഭൗതിക ശാസ്ത്രം ഫിസിക്സ് വരുന്നുണ്ട്, ഇംഗ്ലീഷ് വരുന്നുണ്ട്, മലയാളം വരുന്നുണ്ട്. ഈ ഇത്രയും സബ്ജക്റ്റുകൾ നമ്മൾ ഒരു ദിവസം കവർ ചെയ്യാണ്. അപ്പൊ ആപ്പില് ഇതിന്റെ എല്ലാം റിലേറ്റഡ് വീഡിയോസും ഉണ്ട്. അപ്പൊ അതില് നമുക്ക് ഫസ്റ്റ് കേരള ചരിത്രത്തിൽ നിന്ന് നമ്മൾ ഫസ്റ്റ് ഡേ നോക്കാൻ പോകുന്നത് യൂറോപ്യന്മാരുടെ വരവാണ്. അപ്പോൾ ആ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്യും. അതിനുശേഷം സംഖ്യകളും അടിസ്ഥാന ക്രിയകളും അതിന്റെ ടോപ്പിക്കുകൾ കവർ ചെയ്യും. പിന്നെ റീസണിങ്ങിൽ നിന്നുള്ള ശ്രേണികൾ, ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ, ഇതെല്ലാം ഈ റീസണിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാം അതിനെ പറ്റിയുള്ള വീഡിയോസ് ആണ്. അതന്ന് നമ്മൾ കവർ ചെയ്യും. അതുപോലെ തന്നെ ഫിസിക്സിൽ നിന്നുള്ള ഭൗതിക ശാസ്ത്ര ശാഖകൾ, ദ്രവ്യം, അളവുകളും യൂണിറ്റുകളും, യൂണിറ്റ് ആൻഡ് മെഷർമെന്റ്സ്, മാറ്റർ, അതിനെ പറ്റിയുള്ള കാര്യങ്ങളായിരിക്കും ഫിസിക്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. പിന്നെ ജനറൽ ഇംഗ്ലീഷിൽ നിന്നുള്ളതോ ആർട്ടിക്കിൾസ്, ഓക്സിലറി വെർബ്, മലയാളത്തിന്റെ പദശുദ്ധി, ഇത്രയും ടോപ്പിക്കുകളാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഈ വരുന്ന 40 ദിവസം കൊണ്ട് ഇത് ഫുള്ള് നമുക്ക് കവർ ചെയ്യണം. അപ്പോൾ ഡെയിലി നിങ്ങൾ ഒരു 5-6 hours എങ്കിലും ഇതിനു വേണ്ടി മാറ്റി വെച്ചാലാണ് നമുക്ക് ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊരു എക്സാം ആണെങ്കിലും നമുക്ക് ഒരു മാസം കൊണ്ട് അത് പഠിച്ചെടുക്കാന്ന് പറയുമ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. ആ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നാൽ എങ്ങനെ നിങ്ങൾക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് അത് അറ്റൻഡ് ചെയ്യണം, അങ്ങനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏതൊരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ വളരെ വെൽ പ്രിപ്പയർഡ് ആയിട്ടുള്ള, നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ടിരുന്ന് പഠിക്കും എന്നുള്ളൊരു ഉറപ്പോട് കൂടെ ആയിരിക്കണം നമ്മൾ പഠനം സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ Day 1 കൊണ്ട് നമ്മൾ ഇത്രയും ടോപ്പിക്കുകൾ കവർ ചെയ്യുന്നു. ഇനി അതിനുശേഷം Day 2 വരുമ്പോഴും ഇതേ സബ്ജക്റ്റിൽ നിന്ന് തന്നെ ഉള്ള മറ്റ് ടോപ്പിക്കുകളാണ് വരുന്നത്. മാത്സ്, റീസണിങ്, ഫിസിക്സ്, പിന്നെ കേരള ചരിത്രമുണ്ട്, ഇംഗ്ലീഷ്, മലയാളം, ഇത്രയും നിന്നുള്ള ടോപ്പിക്കുകളും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഇനി Day 3 വരുമ്പോഴും
നമ്മൾ ഇത് തന്നെയാണ് കവർ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഇനി ഡേ 5 ഡേ 6ലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട് ഇല്ലേ. ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് വരുന്ന 10 ബേസിക്സ് ഓഫ് ലീഗൽ മെട്രോളജി എന്ന് പറയുന്ന ഒരു ചെറിയൊരു പോർഷൻ ഉണ്ട്. 10 മാർക്സിനാണ് അതിൽ നിന്ന് ചോദിക്കുന്നത്. അപ്പൊ അതും ഇതിന്റെ ഒപ്പം നമ്മൾ കൊണ്ടുപോകേണ്ടതാണ്. അപ്പൊ ഡേ 5 തുടങ്ങിയാണ് നമ്മൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കുകൾ കവർ ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, അപ്പോൾ അതും അതിനൊപ്പം തന്നെ ഈ സബ്ജക്റ്റിൽ നിന്നുള്ള ഇത്രയും ടോപ്പിക്കുകളും ചെറിയ ടോപ്പിക്കാണ്. ഇത് പഠിക്കാൻ ഒത്തിരി സമയമൊന്നും എടുക്കില്ല. കാര്യം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ പ്രോബ്ലംസ് ഇതിൽ നിന്നുള്ള പ്രോബ്ലംസ് വന്നാലും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ ഡേ 40 വരെ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. ഈ ഡേ 40 ആകുമ്പോൾ നമ്മുടെ ഏകദേശം എല്ലാ സിലബസ് എല്ലാം തന്നെ കവർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതിനുശേഷം നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും. അതായത് എത്രത്തോളം നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ എഴുതുന്നോ അത്രത്തോളം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസും കിട്ടുവാണ്. അതുപോലെ തന്നെ എക്സാമിനോടുള്ള ഒരു ഫിയർ ഉണ്ടാവും, അതൊന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റുകളായിട്ട് തന്നെ ചെയ്ത് തന്നെയാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഓക്കെ, നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ 40 ഡേയ്സ് കൊണ്ടുപോകാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ 40 ഡേയ്സ് കൊണ്ട് സിലബസ് ഫുള്ള് നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ മെന്റർഷിപ്പ് സപ്പോർട്ടും നിങ്ങൾക്ക് ഈ ത്രൂ ഔട്ട് ഈ 40 ഡേയ്സിലും അവൈലബിൾ ആയിരിക്കും. അതായത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട്, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നില്ല, ഏതെങ്കിലും ടോപ്പിക്കുകൾ നിങ്ങൾക്ക് കവർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് മെന്റർഷിപ്പ് സപ്പോർട്ടും ഇവിടെ ഉണ്ടാവും. പിന്നെ ഡെയിലി പഠിക്കാൻ തരുന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു 20 to 30 വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ ആപ്പിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതും നിങ്ങൾക്ക് ടോപ്പിക്കുകൾ കണ്ടു തീർന്നതിന് ശേഷം ആ വർക്ക്ഔട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമ്മൾ പ്രോബ്ലംസ് ആയിരിക്കും ഇടുക. അപ്പോൾ എത്രത്തോളം പ്രോബ്ലംസും നിങ്ങൾക്ക് കിട്ടുകയാണ്. അപ്പോൾ എത്രത്തോളം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നോ അത്രയും നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും. ആ ഒരു ടോപ്പിക്ക് കവറേജ് നിങ്ങൾക്ക് 100% കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ്. ഓക്കെ, പിന്നെ വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. അത് ഈ ഓരോ വീക്കിലും എല്ലാ സൺഡേയ്സും ആയിരിക്കും നമ്മൾ വീക്ക്ലി ടെസ്റ്റ് ഇടുക. അപ്പോൾ ആ വീക്ക്ലി ടെസ്റ്റിൽ വരുന്നത് ആ വീക്ക് നിങ്ങൾ എന്തൊക്കെയാണോ പഠിച്ചത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പഠിച്ച കാര്യങ്ങൾ ഫുള്ളൊന്ന് നിങ്ങൾക്ക് റിഫ്രഷ് ചെയ്തെടുക്കാനും അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് പുതിയതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കിട്ടാൻ പോകുന്നത്. പിന്നെ അത് ഞാൻ ഒരു 1 to 2 ഡേയ്സ് നിങ്ങൾക്കൊരു ഗ്യാപ്പ് തരും ആ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്ക് റാങ്ക് ലിസ്റ്റ് ഗ്രൂപ്പിലേക്ക് ഞാൻ പബ്ലിഷ് ചെയ്യും. ആ ടൈമിലോ റാങ്ക് ലിസ്റ്റ് കാണുമ്പോൾ നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയത്, ഏത് സ്ഥാനത്താണ് നിങ്ങൾ വന്നിരിക്കുന്നത് എന്നുള്ള ഒരു സെൽഫ് അനാലിസിസിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ ഒരു ഫ്രീ ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഫ്രീ ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാനായിട്ട് താഴെ നിങ്ങൾക്ക് ലിങ്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ വളരെ എക്സാമുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നമ്മൾ ഫ്രീ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്കത് ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ ഗ്രൂപ്പിലേക്ക്, വാട്സപ്പ് ഗ്രൂപ്പാണ്, വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പോൾ കോഴ്സിൻ്റെയും എക്സാമിൻ്റെയും എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും നിങ്ങൾക്ക് അതിൽ ലഭ്യമാകുന്നതായിരിക്കും. ഓക്കെ, പിന്നെ അപ്പോൾ ലീഗൽ മെട്രോളജിയുടെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഇനിയും സമയമുണ്ട്. ഇനിയും മടിച്ചു നിൽക്കാതെ ഈ ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റ് എക്സാമിലേക്ക് അപ്ലൈ ചെയ്ത എല്ലാവരും നമ്മുടെ കോഴ്സിന്റെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിൽ 8590202323 എന്ന് പറയുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ബാച്ചിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാം. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഒരു എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾ എത്ര ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ചാലും നിങ്ങൾക്ക് എല്ലാം കവർ ചെയ്യാനായിട്ടൊരു പരിമിതിയുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് പരിഹരിച്ചുകൊണ്ട് നമ്മളുടെ 40 ഡേയ്സിന്റെ സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം എഴുതാനായിട്ട് പോകാനായിട്ട് സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഫ്രീ ഗ്രൂപ്പിലേക്കും ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ കോഴ്സിൻ്റെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഫ്രീ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളുടെ ഈ കാണുന്ന നമ്പറിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടിംഗ് അസിസ്റ്റന്റിന്റെ എല്ലാ ഡീറ്റെയിൽസും അറിയാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഓർത്തിരിക്കുക, ഓഗസ്റ്റ് 22 അധികം ദിവസമില്ല. വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് വളരെ വൈസ്ലി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള മറ്റു PSC എക്സാമുകൾ പറ്റിയും അതിൻ്റെ കോഴ്സ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവാനായിട്ടാണ്. അപ്പോൾ നെക്സ്റ്റ് എക്സാമിന് നന്നായിട്ട് എല്ലാവർക്കും പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കട്ടെ, നന്നായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഓൾ.